കേന്ദ്ര സർക്കാരിനെതിരായ കേരളത്തിന്റെ ഡൽഹി സമരത്തിൽ NCP അധ്യക്ഷൻ ശരത് പവാറും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നും പങ്കെടുക്കും. DMK പ്രതിനിധിയും സമരത്തിൽ പങ്കെടുക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ ക്ഷണിക്കുന്നതിനായി സമയം തേടിയെങ്കിലും ഇതുവരെ അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി ഇന്ന് രാത്രിയോടെ ഡൽഹിയിലെത്തും. ഇന്ത്യ മുന്നണിയിലെ ഭൂരിഭാഗം പാർട്ടികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി 24നോട് പറഞ്ഞു. ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ നടക്കുന്ന കേരള സർക്കാരിൻ്റെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നമ്മളോടൊപ്പം ചേരുകയാണ്. കൊമ്രേഡ്, ഫെബ്രുവരി 8 ഡൽഹി ഈസ് ഗോയിങ് ടു സീ എ ഹിസ്റ്റോറിക്കൽ പ്രൊട്ടസ്റ്റ് ബൈ ദ കേരള ഗവൺമെൻറ് and what you are leading the protest and what are and the national level coordination for the protest. What is the main demand? Well, the main demand is that they should restore the principle of federalism as contained in the Constitution, and the treatment of the state governments, which are non-BJP state governments, is being stepmotherly by the Modi government during the last 10 years. The worst case is that what has been recommended by the Finance Commission, even that is not being devolved to the states. And the other way of resource mobilization that the Modi government is undertaking is through cess and surcharges on various products, particularly petroleum, and none of these are shareable with the states. And above all this, they have put now certain limits on the borrowing that the state governments can make, so that they are actually squeezing the state governments. You are ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, സീതാറാം യെച്ചൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ കൂടുതൽ കക്ഷികൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്ത് നിലപാട് കൈക്കൊള്ളുമെന്നുള്ളതാണല്ലോ. കാരണം കേരളത്തിൽ ഒരു കാരണവശാലും ഒരുമിച്ചൊരു സമരം ഉണ്ടാകില്ല എന്ന നിലപാട് പലകുറി ആവർത്തിച്ചിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെ തൃശ്ശൂരിലെത്തി സംസാരിക്കുമ്പോൾ കേന്ദ്രം എത്തരത്തിലേക്ക് ഫെഡറലിസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നത് ആവർത്തിച്ച് പറഞ്ഞ് വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ എന്താകും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നത് വളരെ പ്രധാനമാകാൻ പോവുകയല്ലേ? തീർച്ചയായും അനുജ, കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും BJPക്ക് എതിരായി, കേന്ദ്ര സർക്കാരിനെതിരായിക്കൊണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും അതിൽ പ്രധാന പങ്ക് കോൺഗ്രസ് നിർവഹിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അതിന് പൂർണ്ണ പിന്തുണയുമായി CPIM രംഗത്തുള്ള ഒരു സാഹചര്യത്തിൽ CPIM ഭരിക്കുന്ന കേരളത്തിൽ നിന്നും ഒരു സമരം ഡൽഹിയിലെത്തുമ്പോൾ അതിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. സംസ്ഥാനത്തെ കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കില്ല, സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിൽ പല സമരപരിപാടികളിലും ഒരുമിച്ച് കോൺഗ്രസും ഇടതു പാർട്ടികളും പങ്കെടുക്കാറുണ്ട്, വേദി പങ്കിടാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം മല്ലികാർജ്ജുൻ ഖാർഗെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. അതിൽ പങ്കെടുക്കുമെന്നോ ഇല്ല എന്നോ അറിയിപ്പ് നൽകിയിട്ടില്ല. ഒപ്പം തന്നെ നേരിട്ട് ക്ഷണിക്കുന്നതിനായി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസിനെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെയോട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുവരെയും കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഈ പരിപാടിയുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നാളെ പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ നിന്നും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം ജന്തർ മന്ദറിൽ നടക്കുന്നുണ്ട്. ഇതിൽ കോൺഗ്രസിന്റെ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടാകും. ഇതേ വിഷയത്തിൽ തന്നെ മറ്റൊരു പ്രതിപക്ഷ പാർട്ടി മുന്നോട്ട് വരുമ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് വിട്ടുനിന്നാൽ അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകും എന്നും ഉറപ്പാണ്. അതേസമയം മറ്റന്നാൾ നടക്കുന്ന സമരത്തിൽ, കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ സമരത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്ത് നിലപാട് കൈക്കൊള്ളും എന്നതാണ് നിർണായകമാകാൻ പോകുന്നത്.